അസ്സലാമു അലൈക്കും. നമസ്കാരം. ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ നാഷണൽ ചെയർമാൻ MS വെഞ്ഞാറമൂട് ഷാജി സാഹിബ് അവർ വളരെ വിശദമായി ഇവിടെ പറയുകയുണ്ടായി. ഈ സംഘടനയുടെ മാഹാത്മ്യം എന്താണെന്നുള്ളത് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേരളക്കരയിലും ഈ ഇന്ത്യ രാജ്യത്തും വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. ആ ഒരു സമയത്ത് ഇപ്പോൾ പ്രധാനമായി കടന്നു വന്നിരിക്കുന്ന ഒരു വിഷയം ആലിം കൗൺസിൽ എന്ന പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കാനുള്ളത് ഈ വഖഫ് ബിൽ തന്നെയാണ്. കുറച്ചു കാലം മുമ്പ് NRCയുമായി ബന്ധപ്പെട്ട് ഒരിത് വരികയും അതിന് സുപ്രീം കോടതിയിലേക്ക് ആദ്യമായി തന്നെ പ്രതിഷേധവുമായി ഹർജിയുമായി കടന്നു ചെന്നത് ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന ഈ ചെറിയ പ്രസ്ഥാനമാണ്. ഇന്ന് ആ ചെറിയ പ്രസ്ഥാനം വലിയ അളവിൽ ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ രാജ്യത്തെ കീറിമുറിക്കുന്ന പുതിയ ഒരു കാട്ടാളത്വവുമായി മോദി സർക്കാർ കടന്നു വന്നിരിക്കുകയാണ്. പേര് വഖഫ് ബില്ലെന്നാണ്. എന്തിനാണ് അതിന് കടന്നു വന്നത്? സമുദായങ്ങൾക്കിടയിൽ കലാപവും വർഗീയതയും ഉണ്ടാക്കി ഒരു ഏറ്റവും വലിയ പ്രസ്ഥാനമായ ന്യൂനപക്ഷ സമുദായത്തിന്റെ മേൽ കുതിര കയറാനുള്ള ഒരു കടന്നുകയറ്റവുമായി കടന്നു വന്നിരിക്കുകയാണ്. അത് മുസ്ലിം സഹോദരങ്ങൾക്ക് എതിരെയല്ല, മുസ്ലിം ശരീരത്തിനെതിരെയുമല്ല അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർ യുദ്ധവുമായി കടന്നു വരുന്നത് മുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യവും അവരുടെ മത സാംസ്കാരിക ബോധവും മദ്രസകളും പള്ളിവകകളും ഒരു മനുഷ്യൻ അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്ന അവന്റെ സമ്പാദ്യങ്ങളെ പിടിച്ചുകെട്ടാനുമുള്ള കുതന്ത്രവുമായി കടന്നു വന്നിരിക്കുകയാണ്. ആ ഒരു തന്ത്രത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ജമാഅത്ത് കൗൺസിലും ആലിം കൗൺസിലും മറ്റ് പോഷക സംഘടനകളും ശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഈ രാജ്യത്ത് മതേതര ബോധവുമായി ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒന്നായി ജീവിക്കണമെന്ന ലക്ഷ്യബോധത്തോടെയാണ് ജമാഅത്ത് കൗൺസിൽ പ്രവർത്തിക്കുന്നതും അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും നല്ല നിലയ്ക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മതേതരത്വം ഊട്ടിയുറപ്പിക്കുവാനും മതവിശ്വാസികളുടെ ആചാരങ്ങൾ നിലനിർത്തുവാനും, അത് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ എല്ലാ വിശ്വാസികളുടെ വിശ്വാസങ്ങളും ഒന്നുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പ്രവർത്തനങ്ങളിൽ ജമാഅത്ത് കൗൺസിലും പോഷക ഘടകങ്ങളും ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ അറിയിക്കുകയാണ്. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.